നിന്ന്. തൃശൂർ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ച് വിറ്റു എന്ന് പരാതി. ഭൂമിയില്ലാത്തവർക്ക് നൽകുന്നതിന് ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിൽ നിന്ന് മരം മുറിച്ച് വിറ്റു എന്നാണ് ആരോപണം. വ്യാജ ആരോപണം എന്നാണ് പഞ്ചായത്തിന്റെ മറുപടി. ഒരു 1.5 മാസം മുമ്പ് വരെ വീടും ഈ മരങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. 1.5 മാസത്തിന് ശേഷമാണ് വീട് പൊളിച്ച് നീക്കിയിരിക്കണോ, മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിരിക്കണം. ഞാനൊന്ന് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു. സെക്രട്ടറി വാക്കാൽ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല, ലേലത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനതിന് വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോഴും വിവരാവകാശത്തിൽ മറുപടി ലേലത്തിൽ വെച്ചിട്ടില്ല, ഭരണസമിതി തീരുമാനമില്ല, അങ്ങനെ മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഒരു വ്യക്തി കൊടുത്ത സൗജന്യം തട്ടിയെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയിലെ ഉന്നതന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തൃശ്ശൂർ വിജിലൻസ് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ഈ ഉയർന്നിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? എത്ര മരമാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്? പഞ്ചായത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ് സൂരജ്? ചെറുതുരുത്തി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. 33 സെന്റ് പറമ്പും പുരയിടവുമാണ് സാമ്പ്രിക്കൽ പത്മനാഭൻ നായർ എന്നയാൾ ഈ ഭൂമി ഇല്ലാത്തവർക്ക് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തിന് നൽകിയത്. ഇതിലുണ്ടായിരുന്ന 30ഓളം മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഈ ഒരു വീടുണ്ടായിരുന്നു, ആ വീടിന്റെ ഉരുപ്പടികളടക്കം ഈ മറിച്ചു വിൽക്കുകയും ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ മരം മുറിക്കുന്നതിന് ഒരു തരത്തിലുള്ള അനുമതിയും അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയടക്കം പുറത്തു വരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിജിലൻസ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ. ഈ സാധാരണക്കാരായ ആളുകൾക്ക് സ്ഥലം നൽകുന്നതിന് വേണ്ടി, ഭൂമി നൽകുന്നതിന് വേണ്ടി നൽകിയ വസ്തുവിൽ നിന്നാണ് ഇത്തരത്തിലൊരു മരം മുറി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു കടത്തി എന്ന ആരോപണം ഉയരുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമിട്ടുള്ള വ്യാജ ആരോപണമാണ്. തങ്ങൾ ആ ഭൂമി വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഈ മരം മുറിച്ചു വിറ്റിട്ടില്ല എന്നാണ് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. TK ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.